പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കിയ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കേരള പ്രവാസി സംഘം തിരുവനന്തപുരത്തെ നോർക്ക ഓഫീസിലേക്ക് 100-ലധികം പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 3 മാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങൾ യു.ഡി.എഫ് സർക്കാർ കാണേണ്ടി വരുമെന്നും പ്രവാസി സംഘം മുന്നറിയിപ്പ് നൽകി. മാർച്ച് പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി നൽകിയിരുന്ന പെൻഷനിൽ ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളടക്കം ദുരിതത്തിലായി. പ്രതിസന്ധിയെക്കുറിച്ച് പലകുറി ധനകാര്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചുവെങ്കിലും അനുകൂലമായ ഒരു സമീപനവും ഉണ്ടായിട്ടില്ല. 2 ലക്ഷം കോടിയോളം രൂപ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഓരോ വർഷവും നൽകുന്ന പ്രവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാട് തുടരുകയാണെങ്കിൽ വലിയ സമര പോരാട്ടങ്ങൾ സർക്കാർ കാണേണ്ടി വരുമെന്നും സംഘടന. ഈ സമ്പദ്ഘടനയിൽ നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഈ പ്രവാസി സമൂഹത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനം സമ്മതിക്കില്ല കേട്ടോ. കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ കേരളത്തിലെ പ്രവാസികളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയിപ്പിക്കൂ. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 1 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. വർഷങ്ങളോളം വിദേശത്തൊഴുക്കിയ വിയർപ്പിന്റെ വിലയായി അടച്ച അംശാദായ തുകയാണ് പെൻഷനായി തിരികെ ഇവർക്ക് നൽകുന്നത്. ആ തുകയിൽ പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലപാട് ശരിയല്ലെന്ന് വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ലോക കേരള സഭ അടക്കം ഏകദേശം 33ഓളം പദ്ധതികളാണ് പ്രവാസികൾക്കായി കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയത്. ആ പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് യു.ഡി.എഫ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. കൂടാതെ വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിലും പ്രവാസികൾക്ക് വേണ്ടി ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.